പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യത്തിൽ സാക്ഷാൽ സന്നിഹിതനായ ഈശോ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കാനും നമ്മുടെ കണ്ണുനീർ തുടയ്ക്കാനും നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാനും അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കാനും വരുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഈശോയുടെ തിരുപാദങ്ങളിൽ സമർപ്പിക്കുക. പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കാരണം കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. 31 ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഈശോയുടെ തിരുസന്നിധിയിൽ നിന്നും നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. 24-ാം ദിവസം. ഇസ്രായേലിന്റെ ദൈവവും രക്ഷകനുമായവനെ, അങ്ങ് സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. ഈ വാക്കുകൾ അന്വർത്ഥമാകത്തക്ക വിധത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രകടനമായി നമ്മുടെ ദൈവം ഏറ്റവും ആരാധ്യ രഹസ്യമായ പരിശുദ്ധ കുർബാനയിൽ സ്വയം മറച്ചു വച്ചിരിക്കുന്നു. നിത്യവചനം മാംസം ധരിച്ചപ്പോൾ അവിടുന്ന് തൻ്റെ ദൈവത്വം മറച്ചു വച്ചുകൊണ്ട് ഭൂമിയിൽ മനുഷ്യനായി കാണപ്പെട്ടു. എന്നാൽ ഈ ദിവ്യ കൂദാശയിൽ അവിടുന്ന് തൻ്റെ മനുഷ്യത്വം പോലും മറച്ചു വെച്ചുകൊണ്ട് വിശുദ്ധ ബെർണാഡ് പറയുന്നത് പോലെ അവിടത്തേക്ക് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ആഴം നാം മനസ്സിലാക്കുന്നതിനു വേണ്ടി കേവലം ഒരപ്പത്തിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്നു. ദൈവത്വം അറിഞ്ഞിരിക്കുന്നു, മനുഷ്യത്വം അറിഞ്ഞിരിക്കുന്നു. സ്നേഹത്തിൻ്റെ ആഴമല്ലാതെ മറ്റൊന്നും കാണപ്പെടുന്നില്ല. ഓ ഈശോയെ, എൻ്റെ സ്നേഹമേ, അവിടുന്ന് മനുഷ്യരെ അമിതമായി സ്നേഹിക്കുന്നു എന്നു ഞാൻ പറഞ്ഞാൽ അവിടുന്ന് ഒന്നും വിചാരിക്കരുത്. അങ്ങയുടെ മഹത്വത്തേക്കാൾ പ്രാധാന്യം അവരുടെ നേട്ടങ്ങൾക്ക് അങ്ങ് കൊടുക്കുന്നത് ഞാൻ കാണുന്നില്ലേ? അങ്ങയുടെ കാരുണ്യപൂർവകമായ ഈ ദാനത്തിന് ഭാവിയിൽ എത്രമാത്രം നിന്ദനങ്ങൾ ഏൽക്കേണ്ടി വരുമെന്ന് അങ്ങ് മുൻകൂട്ടി കാണുന്നില്ലേ? ഭൂരിപക്ഷം ആളുകളും അങ്ങയെ ഈ ദിവ്യ കൂദാശയിൽ ആരാധിക്കുകയോ അവിടുന്ന് ഈ ദിവ്യ കൂദാശയിൽ സന്നിഹിതനായിരുന്നിട്ടുകൂടി അതിൻ്റെ പേരിലെങ്കിലും അങ്ങയെ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല എന്നു ഞാൻ മനസ്സിലാക്കുന്നു. ഈ ആളുകൾ തന്നെ പലപ്പോഴും ദിവ്യകാരുണ്യത്തെ നിലത്തിട്ട് ചവിട്ടുകയോ മണ്ണിലും തീയിലും വെള്ളത്തിലും എറിഞ്ഞു കളയുകയോ ചെയ്തിട്ടെന്ന് എനിക്കറിയാം. എൻ്റെ ദൈവമേ, അങ്ങയിൽ വിശ്വസിക്കുന്നവരിൽ പോലും വളരെ പേർ തങ്ങളുടെ സന്ദർശനത്താൽ അങ്ങ് അനുഭവിക്കുന്ന അപമാനങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനു പകരം തങ്ങളുടെ ബഹുമാനമില്ലായ്മയാലും ദീപങ്ങളാലോ അലങ്കാര വസ്തുക്കളാലോ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിനു പകരം അങ്ങയെ അൾത്താരയിൽ ഏകനായി വിട്ടുകൊണ്ടും അങ്ങയുടെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. എൻ്റെ ഏറ്റവും കൃപാനിധിയായ രക്ഷക, അങ്ങയുടെ സ്നേഹവും സ്നേഹപൂരിതമായ അങ്ങയുടെ ഹൃദയവും ഈ കൂദാശയിൽ വച്ച് ഏതൊക്കെ സ്ഥലങ്ങളിൽ ദൗർഭാഗ്യകരമായ വിധത്തിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം എൻ്റെ കണ്ണുനീര് കൊണ്ടോ അതുമല്ലെങ്കിൽ എൻ്റെ രക്തം കൊണ്ട് തന്നെയോ കഴുകി ശുദ്ധീകരിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി എനിക്കിത്രമാത്രം ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഏറ്റവും വലിയ ഈ ദൈവിക രഹസ്യത്തിൽ അങ്ങേക്ക് നേരിടേണ്ടി വരുന്ന അപമാനങ്ങൾക്ക് പരിഹാരമായി ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ആരാധിക്കുവാനായി അങ്ങയെ കൂടെ കൂടെ സന്ദർശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും നിശ്ചയിക്കുകയും ചെയ്യുന്നു. നിത്യപിതാവേ, മനുഷ്യരിൽ ഏറ്റവും നിസ്സാരനായ ഞാൻ അങ്ങയുടെ ദിവ്യകാരുണ്യത്തനയിൽ അർപ്പിക്കുന്ന ദയാർദ്രമായ ഈ ആരാധന അങ്ങ് സ്വീകരിക്കണമേ. ഒരിക്കൽ യേശുക്രിസ്തു കുരിശിൽ അങ്ങേക്ക് നൽകിയ അനന്തമായ ബഹുമാനത്തോടും എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ അങ്ങേക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനന്തമായ മഹത്വത്തോടും ചേർത്ത് അവിടുന്ന് എൻ്റെ ആരാധന സ്വീകരിക്കണമേ. ഓ ദിവ്യ കൂദാശയായ എൻ്റെ ഈശോയെ, ഏറ്റവും പരിശുദ്ധമായ ദിവ്യകാരുണ്യത്തോടുള്ള സ്നേഹത്തിന് എല്ലാ മനുഷ്യരെയും പ്രചോദിപ്പിക്കുവാൻ
എനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എത്ര സന്തോഷമുള്ളവനായേനെ. സുഹൃത ജപം. ഓ സ്നേഹനിധിയായ ഈശോയെ, അങ്ങ് അറിയപ്പെടുവാനും സ്നേഹിക്കപ്പെടുവാനും ഇടയാക്കണമേ. ഓ സ്നേഹനിധിയായ ഈശോയെ, അങ്ങ് അറിയപ്പെടുവാനും സ്നേഹിക്കപ്പെടുവാനും ഇടയാക്കണമേ. ഓ സ്നേഹനിധിയായ ഈശോയെ, അങ്ങ് അറിയിക്കപ്പെടാനും സ്നേഹിക്കപ്പെടുവാനും ഇടയാക്കണമേ. അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോയെ, അങ്ങ് പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങ് എൻ്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യത്തിലൂടെ ഇപ്പോൾ എന്നിലേക്ക് കടന്നു വരുവാൻ അങ്ങേക്ക് കഴിയാത്തതിനാൽ അരൂപയിലെങ്കിലും അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നാൽ എന്ന പോലെ ഞാൻ അങ്ങയെ സ്വീകരിക്കുകയും എന്നെ പൂർണ്ണമായി അങ്ങയോട് ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നും അങ്ങയോടുള്ള ഐക്യത്തിൽ എന്നെ സൂക്ഷിക്കണമേ. മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഏറ്റവും ശക്തയായ നാഥേ, അങ്ങയോട് പ്രാർത്ഥിക്കുകയും അങ്ങയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നിത്യരക്ഷയെക്കുറിച്ചുള്ള എൻ്റെ ആശങ്ക ദൂരീകരിക്കപ്പെടുകയും എന്നിൽ വലിയ ആത്മവിശ്വാസം നിറയുകയും ചെയ്യുന്നു. ആദ്യമായി തന്നെ എൻ്റെ അമ്മേ വിശുദ്ധ ജോൺ ഡമാസിൻ അങ്ങയെ വിളിക്കുന്നത് കൃപയുടെ സമുദ്രം എന്നാണെന്ന് ഞാൻ ഓർമ്മിക്കുന്നു. കാരണം നീ കൃപ നിറഞ്ഞവളാണ്. മറ്റൊരു എഴുത്തുകാരൻ അങ്ങയെക്കുറിച്ച് പരാമർശിക്കുന്നത് എല്ലാ കൃപകളും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന കൃപാവരങ്ങളുടെ സംഗമസ്ഥാനമെന്നാണ്. വിശുദ്ധ എഫ്രേം അങ്ങയെ വിളിക്കുന്നത് കൃപയുടെയും ആശ്വാസത്തിൻ്റെയും ഉറവായെന്നും വിശുദ്ധ ബെർണാഡ് അങ്ങയെ വിളിക്കുന്നത് സർവ്വ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി എന്നുമാണ്. രണ്ടാമതായി നന്മ ചെയ്യുവാനുള്ള അങ്ങയുടെ അതിയായ ആഗ്രഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. ആരെങ്കിലും അങ്ങയോട് കൃപാവരങ്ങൾക്കായി യാചിക്കാതിരുന്നാൽ അപമാനിതനായി എന്ന് ചിന്തിക്കത്തക്ക വിധം ശക്തമാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള അങ്ങയുടെ ആഗ്രഹം. ഒരു എഴുത്തുകാരൻ ഇങ്ങനെ പറയുന്നു: ഓ നാഥേ, നിന്നോട് പ്രാർത്ഥിക്കാത്തതുകൊണ്ട് ആളുകൾ നിനക്കെതിരായി പാപം ചെയ്യുന്നു. ഓ ഏറ്റവും സമ്പന്നയും ഏറ്റവും ജ്ഞാനം നിറഞ്ഞവളും ഏറ്റവും കരുണ നിറഞ്ഞവളുമായ രാജ്ഞി, എന്നെ കഴിഞ്ഞും എൻ്റെ ആത്മാവിൻ്റെ ആവശ്യങ്ങൾ അങ്ങ് അറിയുന്നുവെന്നും ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനും കൂടുതലായി അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നുവെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അതിനാൽ ഞാൻ ഇപ്രകാരം അപേക്ഷിക്കുന്നു: എൻ്റെ ആത്മാവിന് ഏറ്റവും ആവശ്യമെന്ന് അങ്ങേക്ക് തോന്നുന്ന കൃപ അവിടുന്ന് എനിക്ക് നേടിത്തരണമേ. ദൈവത്തിൽ നിന്ന് അങ്ങ് എനിക്കിത് നേടിത്തരുമെങ്കിൽ ഞാൻ ഏറ്റവും സംതൃപ്തിയുള്ളവളായിരിക്കും. സുഹൃത ജപം. എൻ്റെ ദൈവമേ, എനിക്ക് വേണ്ടി പരിശുദ്ധ മറിയം അങ്ങയോട് ചോദിക്കുന്ന കൃപകൾ എനിക്ക് നൽകണമേ. എൻ്റെ ദൈവമേ, എനിക്ക് വേണ്ടി പരിശുദ്ധ മറിയം അങ്ങയോട് ചോദിക്കുന്ന കൃപകൾ എനിക്ക് നൽകണമേ. എൻ്റെ ദൈവമേ, എനിക്ക് വേണ്ടി പരിശുദ്ധ മറിയം അങ്ങയോട് ചോദിക്കുന്ന കൃപകൾ എനിക്ക് നൽകണമേ. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തിനിയ നമുക്ക് ചെല്ലാം. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവിൻ്റെ പ്രഭയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മഹത്വത്തിൻ്റെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീതി സൂര്യനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുക്കുമാരനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ ഈശോയെ,
ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വരാനിരിക്കുന്ന ലോകത്തിൻ്റെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രേഷ്ഠമായ ഉപദേശത്തിൻ്റെ ദൂതനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ക്ഷമയുള്ളവനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും അനുസരണമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചര്യത്തെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയുസ്സിനു കാരണമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിൻ്റെ ദൈവമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യങ്ങൾക്കും മാതൃകയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സങ്കേതമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദരിദ്രരുടെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല ഇടയനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സത്യപ്രകാശമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യനന്മകളുടെ നികേതനമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവനും വഴിയും സത്യവുമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാലാഖമാരുടെ സന്തോഷമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദീർഘദർശികൾക്ക് ജ്ഞാനം പകരുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്ത്രീഹന്മാരുടെ ഗുരുവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സുവിശേഷകർക്ക് ആചാര്യനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വന്ദകന്മാരുടെ പ്രകാശമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചാരികളുടെ പരിശുദ്ധിയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യവാന്മാരുടെയും കിരീടമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. സകല പാപങ്ങളിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. മോഹാഗ്നിയിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് തരുന്ന നല്ല പ്രേരണകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യാവതാരത്തിൻ്റെ പരമരഹസ്യത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ പിറവിയെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ബാല്യപ്രായത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ചേതനാധാരത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഠിനാധ്വാനത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ദുഃഖങ്ങളെയും രക്തവിയർപ്പിനെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കുരിശിനെയും അങ്ങ് അനുഭവിച്ച പരിത്യക്തതയെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ തിരുമരണത്തെയും സംസ്കാരത്തെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. മഹിമ പ്രതാപത്തോടെയുള്ള അങ്ങ് ഉയർപ്പിനെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതകരമായ അങ്ങേ സ്വർഗാരോഹണത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ആനന്ദത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മഹിമ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരുവാനിരിക്കുന്ന വിധി ദിവസത്തിൽ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ, കാരുണ്യപൂർവം ഞങ്ങളെ ശ്രവിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കർത്താവായ യേശുവേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന്
അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യസ്നേഹം നൽകണമേ. ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളും വ്യാപാരങ്ങളും കൊണ്ട് അങ്ങയെ അവിരാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ തിരുനാമത്തോട് നിരന്തരമായ ഭയഭക്തി ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ സ്നേഹം അങ്ങ് ശാശ്വതമായി സ്ഥാപിച്ചിട്ടുള്ള ഹൃദയങ്ങളെ ഭരിക്കുവാൻ ഒരിക്കലും വിമുഖത കാണിക്കാത്ത, നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന യേശുവേ, ആമേൻ.